ഒരു പരിധി വരെയൊക്കെ പറ്റും, അത് കഴിഞ്ഞാൽ തോറ്റുപോകും. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ നിങ്ങളൊക്കെ അഭിനയിക്കാറുണ്ട്. പലപ്പോഴും വേണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ അഭിനയം കടന്നു വരുന്നത്, മറ്റേയാളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചില സമയത്തൊക്കെ ബ്ലണ്ടായിട്ട് നമ്മളൊരു ഒപ്പീനിയനൊക്കെ പറഞ്ഞാൽ അയാളുടെ ഈഗോ മുഴുവനും കൂടെ ഇടിച്ച് ചതച്ച് കളയണ പോലെയാണ്. ചില സമയത്ത് അയാൾ തകർന്നു പോവും. ഒരു റിലേഷൻഷിപ്പിൽ ചില കാര്യത്തിൽ ഞാൻ മിടുക്കായിരിക്കും, ചില കാര്യത്തിൽ എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കും മിടുക്കൻ. ഞാൻ മിടുക്കായിട്ടുള്ള കാര്യത്തിലൊക്കെ ഞാൻ വലിയ ആളാന്ന് പറഞ്ഞു നിന്ന് അവനെ ഇടിച്ച് താത്താനിരുന്നിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് എത്ര നാൾ മുന്നോട്ട് പോകും? ഇത് തന്നെ അയാൾ നമ്മളുടെ അടുത്തും കാണിച്ചാലോ എത്ര നാൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും? നമുക്കൊരിക്കലും പെർഫെക്റ്റായിട്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ കിട്ടണമെന്നില്ല. അയാൾക്ക് അയാളുടേതാകുന്ന പ്രത്യേകതകൾ, നമുക്ക് നമ്മുടേതാകുന്ന പ്രത്യേകതകൾ. അപ്പോൾ കുറച്ചൊക്കെ അഭിനയിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു പരിധി വിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ആ റിലേഷൻഷിപ്പ് നഷ്ടമാവും. ഒട്ടും സന്തോഷമില്ലാത്തൊരു ബന്ധത്തിൽ നമ്മൾ നിൽക്കാമെന്നായിരിക്കും. കുഞ്ഞു കുഞ്ഞു അഭിനയമൊക്കെ ഓക്കെ, പക്ഷെ ആ ബന്ധത്തെ ബാധിക്കുന്ന അഭിനയങ്ങൾ ഒഴിവാക്കാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ റീനു അടുത്ത പാട്ടിലേക്ക് പോവുക. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന വഴിക്ക് ഞാനൊരു കുട്ടിയെ കാണാറുണ്ടായിരുന്നു. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. മെസ്സേജ് അയച്ചിരിക്കുന്ന രാഹുൽ. ഞാൻ ജോലിക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കും ബസ് കയറാൻ വേണ്ടി. അപ്പം അതിൽ ഒരു ബസ് പോവും. ആ ബസ്സിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഏറ്റവും മുന്നിലെ സീറ്റിലാണ് അവളിരിക്കുന്നത്. അവളെ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ എന്നെ നോക്കി തുടങ്ങി. പിന്നെ എനിക്ക് ജോലിക്ക് പോകേണ്ട സ്ഥലം ഈ ബസ്സിലാണ് കയറുന്നതെങ്കിൽ ഒരു ബസ്സും കൂടെ ഇറങ്ങി കയറേണ്ട ഒരു സ്ഥലത്താണ്. പക്ഷേ ഇവളെ കാണാൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ ആ ബസ്സിൽ കയറി, പിന്നെ വേറെ ബസ്സിൽ കയറി, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾ ഫ്രണ്ട് സീറ്റിൽ നിന്ന് മാറി നടുക്കത്തെ സീറ്റിലേക്ക് വന്നിരുന്നു. അങ്ങനെ പയ്യെ പയ്യെ ഞങ്ങൾ പ്രണയത്തിലായി. ഇപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാം. വീട്ടിലെല്ലാം അറിഞ്ഞു വളരെ നല്ലൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ എൻ്റെ മീനൂന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ? പിന്നെയും പാട്ട് വെച്ച് തരും. ഇതുപോലെ ആർക്കെങ്കിലും ഒരു പാട്ട് വേണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. And stay tuned to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Wish you were here holding my hand. Wish you were here kissing my lips. Wish you were here doing all that we did together. ഉറക്കം വരുന്നില്ലേ? ഉറങ്ങാൻ നേരത്ത് ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കുന്നത്? അയാളോടൊപ്പം ചിലവഴിച്ച സമയങ്ങൾ, ആ നല്ല ഓർമ്മകൾ, നാളെ അയാളെ കാണാമല്ലോ എന്ന ചിന്ത അല്ലേ? ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കിട്ടട്ടെ എന്ന ആശംസയോടെ ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ നിന്ന് റീനു പോവുക. ബിഫോർ ഐ ഗോ, ലെറ്റ് മീ സേ ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. സമയം 12 മണി കഴിഞ്ഞു. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. നേരത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്സിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാറില്ലേ എന്ന്. അപ്പം മമത പറഞ്ഞു, സംടൈംസ് ഇറ്റ്സ് നോട്ട് പ്രിറ്റൻസ്, ഇറ്റ് ഈസ് കൺട്രോളിങ് യുവർ ഇമോഷൻസ് എന്ന്. അഭിനയമല്ല, കാണിക്കണമെന്ന് അപ്പം വിചാരിക്കുന്ന പല ഇമോഷൻസിനെയും ഹൈഡ് ചെയ്യാന്ന്. രാശി പറഞ്ഞു, നമ്മൾ ശരിക്കും ഒരു ലൈൻ ഡ്രോ ചെയ്യേണ്ടതാ, എവിടെയാണ് അഭിനയിക്കേണ്ടത്, എവിടെയാണ് അഭിനയിക്കേണ്ടാത്തതെന്ന്. അനൂജ പറഞ്ഞു, എവ്രിബഡി ഡസ് ഇറ്റ്, ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി റിലേഷൻഷിപ്പ്. ഞാനും നിങ്ങളൊക്കെ ഈ അഭിനയം ഇഷ്ടം പോലും നടത്താറുണ്ടെന്ന്. ഹർഷൻ പറയുന്നത്, എന്തിനാ അഭിനയിക്കുന്നത്? ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും അഭിനയിക്കാറില്ല, ഞങ്ങളെല്ലാം ഓപ്പണായിട്ടാണ് പറയാറുണ്ട്. ഹർഷനെയും ഗേൾ ഫ്രണ്ടിനെയും എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇതുപോലെ നിങ്ങൾക്കൊരു അഭിപ്രായം പറയണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. And stay tuned to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.